പ്രിയ ജെബിനും ദിവ്യയ്ക്കും മറ്റേ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം സഭയിലേക്ക് സ്വാഗതം. ചില കാലങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളെ കാണുവാനായിട്ട് ദൈവം ഒരവസരം നൽകിയതോർത്ത് സ്തോത്രം. ശരി, യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്നും ചില ആലോചനകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച് തന്നെ പറയുന്നത് ഞങ്ങൾ വിശ്വാസികളാണ് എന്നാണ്, അല്ലേ? വിശ്വാസികളാണ്. നമ്മളെക്കുറിച്ച് ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ മറ്റ് ഒരു ബഹുഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ പറയാതെ പറയുന്ന വാക്കെന്താണ്? അവരൊക്കെ അവിശ്വാസികളാണ്. അപ്പോൾ എന്തിലാണ് വിശ്വാസം എന്നുള്ളതിൽ മാത്രമാണ് നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം നിലനിൽക്കുന്നത്, അല്ലേ? എല്ലാ ആളുകളും, ലോകത്തിലുള്ള എല്ലാ ആളുകളും അവരവരുടേതായിട്ടുള്ള സംവിധാനങ്ങളിലുള്ള വിശ്വാസമുള്ള ആളുകളാണ്. ആരിലും ഒന്നിലും ഒരു വിശ്വാസവും ഇല്ലാത്ത ആളുകളെ നമുക്ക് കണ്ടെത്തുക പ്രയാസമാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം അത് എന്തിലാണ് എന്നുള്ളതാണ് നമ്മെ വ്യത്യസ്തരാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് വ്യത്യസ്തരാക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. നമ്മളങ്ങനെ ഒരുപറ്റം ആളുകളെക്കുറിച്ച് അവരവിശ്വാസികളാണ് എന്നും നമ്മളെക്കുറിച്ച് വിശ്വാസികളാണ് എന്നും ഒക്കെ പറയുമ്പോൾ മറ്റ് ലോകത്തിലുള്ള നമ്മൾ അവിശ്വാസികൾ എന്നൊരു പക്ഷേ നമ്മൾ മുദ്ര കുത്തിയിരിക്കുന്നതായിട്ടുള്ള ആളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയും പ്രമാണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്, അല്ലേ? നമ്മൾ വിശ്വാസികളാണ്, ബാക്കി കുറേ ആളുകൾ വിശ്വാസികളല്ല, അവർ അവിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് നമ്മളെയും അവരെയും തമ്മിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസികളായതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ടോ? ഇല്ല, യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസത്താലാണ്, അല്ലേ? ലോകം പോലും പറയുന്നത് വിശ്വാസം അതല്ലേ എല്ലാം. ചില പരസ്യങ്ങളിലേക്ക് ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. വിശ്വാസം അതല്ലേ എല്ലാം. അവർ പോലും വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. നാം റോമാലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു, എബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ നീതീകരണം, മനുഷ്യൻ്റെ നീതീകരണം വിശ്വാസത്താലാണ് എന്നുള്ളത് ഊന്നിപ്പറഞ്ഞ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ അവിശ്വാസികളായിട്ടും ബാക്കിയുള്ള ഒത്തിരി ആളുകളെ വിശ്വാസികളായിട്ടും തോന്നുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഭയം. നമ്മളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ നാം എവിടെയാണോ വെക്കേണ്ടത് അവിടെയല്ല നമ്മുടെ വിശ്വാസത്തെ നാം വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥമാണ്. അങ്ങനെയുള്ള ചില ആളുകളെക്കുറിച്ച് യാക്കോബ് പറയുന്ന വ്യർത്ഥ മനുഷ്യ എന്നുള്ളൊരു വിളിയാണ് വിളിക്കുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, അല്ലേ? വിശ്വാസത്തിൻ്റെ ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വിശ്വാസം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം എന്ന കാര്യത്തിലുള്ള വിശ്വാസവും പിന്നെ നമ്മൾ എത്തിച്ചേരുന്നതായിട്ടുള്ള ആ സ്ഥലത്തെ സംബന്ധിക്കുന്ന, അല്ലേ, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഈ ആശ എവിടെയാണ്? ആശ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കാര്യങ്ങളല്ല. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണവും അങ്ങനെ നീതീകരണം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾക്ക് നിത്യതയിൽ ലഭിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ, കാണാത്ത കാര്യങ്ങൾ. അപ്പോൾ ഒരു വിശ്വാസത്തിൽ നിന്നും തുടങ്ങി മറ്റൊരു വിശ്വാസത്തെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ നമ്മളുടെ ഈ രണ്ട് വിശ്വാസത്തിൻ്റെ രണ്ട് ഈ തലങ്ങൾക്ക് ഇടയിലാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്, രക്ഷണ്യ ജീവിതം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും വചനത്തിൽ പറയുന്നത് എന്താണ്? വിശ്വാസത്താലുള്ള ജീവിതം, അങ്ങനെയല്ലേ? അപ്പോൾ വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിലൂടെ യാത്ര ചെയ്ത് എത്തിച്ചേരുന്ന സ്ഥലം വരെ ഈ വിശ്വാസമാണ് നമ്മെ യഥാർത്ഥത്തിൽ നടത്തുന്നതും നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള കാര്യം. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് ഈ വിശ്വാസമെങ്കിൽ ആ വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ച് നമ്മളുടെ വിശ്വാസം നാം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിലുള്ള വിശ്വാസം അത് ദൈവവചനത്തിലൂടെ വെളിപ്പെട്ട ദൈവേഷ്ടമായ ദൈവിക പരിപാടിയായ ഒരു വിശ്വാസമാണോ എന്നുള്ളത് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്, ഇല്ലേ? എല്ലാം രക്ഷവിശ്വാസത്താലാണ്, ജീവിതം വിശ്വാസത്താലാണ്, നമ്മളവിടെ എത്തുന്ന എല്ലാം വിശ്വാസത്താലാണ്. എങ്കിൽ ആ വിശ്വാസം അത് കൃത്യമായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിലല്ലെങ്കിൽ നമ്മളുടെ ഈ തുടക്കവും നമ്മുടെ ഈ യാത്രയും അതിൻ്റെ ഉടക്കവും ഒക്കെ ഒരുപക്ഷെ വ്യർത്ഥമായി തീരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വ്യർത്ഥമായി തീരുന്ന ആളുകളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രസ്താവനകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസികളെന്നും വിശ്വാസ ലോകത്തെ പ്രമാണികളും അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരും എന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള ചില ആളുകൾ, അവരോട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണ്? ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ചെയ്തു എന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള, അവർ തന്നെ വിശ്വസിച്ചിരുന്നതുമായിട്ടുള്ള അനേക കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മളുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല. അപ്പോൾ അവിടെ ഒരു വിശ്വാസം നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ആ വിശ്വാസം? വെറും വിശ്വാസം, അല്ലേ? ഇത് ആർക്കാ എഴുതുന്നേ? വിശ്വാസികൾക്ക് എഴുതുന്ന ആളുകൾ എഴുതുന്ന ഒരു ലേഖനമാണ്. അപ്പോൾ അവരോട് പറയുകയാണ് വെറും വിശ്വാസം. വെറും വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു പ്രയോജനവുമില്ലാത്ത, ഒരടിസ്ഥാനവുമില്ലാത്ത, യഥാർത്ഥ കാര്യങ്ങളിൽ ഒരുപക്ഷെ ഊന്നാതെ തുടങ്ങിയതായ, യാഥാർത്ഥ്യത്തിൽ അടിസ്ഥാനപ്പെടാത്തതായ, ലക്ഷ്യത്തിൽ എത്തിക്കാത്തതായിട്ടുള്ള ഒരു വിശ്വാസം. അതാണ് ഈ വെറും വിശ്വാസം എന്ന് പറയുന്നത്. ഈ വെറും വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അപ്പോൾ നമ്മൾ റോമാലേഖനമൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ എന്താ പഠിച്ചേ? വിശ്വാസത്താലാണ് നീതീകരണം, അല്ലേ? ഇവിടെ എന്തെന്നാ പറയുന്നേ? അപ്പോൾ ഈ റോമാലേഖനവും അതുപോലെ തന്നെ യാക്കോബ് എഴുതിയ ലേഖനവും തമ്മിൽ പൊരുത്തക്കേടുണ്ടോ? വിശ്വാസത്താലാണ് നീതീകരണമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം പ്രവൃത്തിയാലാണ് നീതീകരണം എന്നാണ് വായിക്കുന്നത്, അല്ലേ? വിശ്വാസത്താലല്ല നീതീകരണം എന്ന് പറയുന്നുണ്ടോ ഇവിടെ? വെറും വിശ്വാസത്താലല്ല നീതീകരണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, യാതൊരു ഫലവുമില്ലാത്ത ഒരു വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുകയില്ല എന്നുള്ള ഒരു കാര്യം, അതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ വെറും വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഒരു മനുഷ്യനിൽ ഉളവാക്കേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രവൃത്തികളുണ്ട്, മനോഭാവങ്ങളുണ്ട്, വാക്കുകളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയുകയും എന്നാൽ ആ വിശ്വാസം എൻ്റെ പ്രവർത്തനത്തെ അശേഷം മാറ്റുന്നില്ല, എൻ്റെ വാക്കുകളെ മാറ്റുന്നില്ല, എൻ്റെ ചിന്തകളെ മാറ്റുന്നില്ല,
എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റുന്നില്ല, എൻ്റെ ലക്ഷ്യങ്ങളെ മാറ്റുന്നില്ല, എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയുള്ളൊരു വിശ്വാസത്തെക്കുറിച്ചാണ് വെറും വിശ്വാസം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസം ഇവിടെ പറയുന്നത് പോലെയുള്ള ഒരു വെറും വിശ്വാസമാണോ എന്നാണ് നാം ഇന്ന് പരിശോധിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ വെറും വിശ്വാസമാണോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം? അതിന് അപ്പസ്തോലൻ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. 1 മുതലുള്ള വാക്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് നമ്മൾ 17 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ഇവിടെ 2-ാം അധ്യായത്തിൽ ധനവാനായിട്ടുള്ള ഒരാളും ദരിദ്രനായിട്ടുള്ള ഒരാളും സഭയിൽ കടന്നു വന്നാൽ അവരോടുള്ള മനോഭാവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 17 മുതലുള്ള വാക്യത്തിലേക്ക് വരുന്നത്. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. അതാണ് ഈ വെറും വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് പ്രവൃത്തികളില്ലാത്തതാണ് എങ്കിൽ അത് സ്വതവേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് അതിൽ തന്നെ, അല്ലേ? ആ വിശ്വാസം അതിൽ തന്നെ ജീവനില്ലാത്തതാകുന്നു, നിർജീവമാകുന്നു. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഒരു വിശ്വാസത്തെക്കുറിച്ച് കേൾക്കാം. എന്തുവാണ്? ജീവനുള്ള നിർജീവമായിട്ടുള്ള വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ശരിയായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ജീവനുള്ള വിശ്വാസമായിരിക്കണം എന്നാണ്. അപ്പോൾ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം അത് നിർജീവമാകുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് എന്തുണ്ടായിരിക്കണം? ജീവനുണ്ടായിരിക്കണം. അത് വെറും വിശ്വാസമായിരിക്കാനായിട്ട് പാടില്ല. ഈ വെറും വിശ്വാസത്തിന് ജീവനില്ല എന്നാണ് ഇവിടെ അപ്പസ്തോലൻ പറയുന്നത്. അപ്പോൾ ഇന്ന് ലോകത്ത് നമ്മൾ നോക്കിയാൽ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്, അല്ലേ? കർത്താവ് പറഞ്ഞത് മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഒരു സംശയമായിട്ടാണ് കർത്താവ് പറയുന്നത്. പക്ഷേ ഇന്ന് വിശ്വാസികളെന്ന് അവകാശപ്പെടാനായിട്ട് കോടിക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. എന്തായാലും കർത്താവ് പറഞ്ഞതായിരിക്കണം ശരി, അല്ലാതെ നമ്മൾ അവകാശപ്പെടുന്നത് ശരിയാവാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഉണ്ടോ? കർത്താവ് പറഞ്ഞത് ശരിയാവാനായിട്ടുള്ള സാധ്യതയുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മൾ അവകാശപ്പെടുന്നതായ ഞാൻ വിശ്വാസിയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ആ വിശ്വാസം ഒരു വെറും വിശ്വാസമാണോ, അതൊരു നിർജീവമായ ജീവനില്ലാത്ത വിശ്വാസമാണോ, അതെയോ ജീവൻ ഉള്ളതായിട്ടുള്ള വിശ്വാസമാണോ? അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മളങ്ങനെ വിവിധ വീര്യപ്രവൃത്തികളും അങ്ങനെ വലിയ പ്രവചനങ്ങളും അതുപോലെ തന്നെ ഭൂതങ്ങളെ പുറത്താക്കിയൊക്കെ അങ്ങനെ വലിയ ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളിൽപ്പെട്ട ആളുകളല്ലല്ലോ നമ്മൾ. അങ്ങനെയുള്ള ആളുകളോട് പോലും കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ പിന്നെ ആ ഒരു നിലയിലൊന്നും ദൈവസന്നിധിയിൽ സ്ഥാനം പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. എന്നാൽ നമ്മളുടെ വിശ്വാസത്തിന് ഒരു പ്രവൃത്തി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ എല്ലാ കാഴ്ചപ്പാടുകളെയും, നമ്മുടെ ആലോചനകളെയും ലക്ഷ്യങ്ങളെയും മാർഗങ്ങളെയും എല്ലാം രൂപാന്തരപ്പെടുത്തുന്ന ഒരു വിശ്വാസം, അതായത് എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ആലോചനകളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ ലക്ഷ്യങ്ങളിലൂടെ എല്ലാവർക്കും പരസ്യമാകുന്നതായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ജീവിതമുണ്ട്. അത് വെറും വിശ്വാസമല്ല, അത് ജീവനുള്ള ഒരു വിശ്വാസമാണ്. കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് വെച്ചാൽ നാം ദൈവിക ജീവൻ, അല്ലേ? ജീവൻ ആണ് പ്രകാശം, മനുഷ്യരുടെ പ്രകാശമായിട്ടിരിക്കുന്നത്. കർത്താവിനെ കുറിച്ച് പറഞ്ഞത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നാമും കർത്താവായ യേശു ക്രിസ്തുവിനോട് സ്നാനപ്പെട്ട് ചേരുമ്പോൾ നമുക്കും ആ കർത്താവിൻ്റെ ജീവൻ്റെ ഒരു പങ്കാളിത്തം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിലുള്ളതായിട്ടുള്ള ജീവൻ മറ്റുള്ളവർക്ക്, മനുഷ്യർക്ക് ഒരു പ്രകാശമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മളെ മനുഷ്യർ നോക്കുമ്പോൾ നമ്മളിലൊരു പ്രകാശം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു മാറ്റം, അല്ലേ, ഒരു വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ വിശ്വാസത്തെ ജീവനുള്ള വിശ്വാസമെന്ന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ജീവനിൽ നൽകിയതായിട്ടുള്ളൊരു വിശ്വാസം. അതല്ല എങ്കിൽ നമ്മളിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഇരുട്ടാണ്, അല്ലേ? നമ്മുടെ വാക്കുകൾക്ക് കുഴപ്പമാണ്, നമ്മുടെ ചിന്തകൾക്ക് കുഴപ്പമാണ്, നമ്മുടെ പ്രവർത്തന മേഖലകൾ എല്ലാം കുഴപ്പമാണ്, നമ്മുടെ ജീവിത രീതി കുഴപ്പമാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ കുഴപ്പമാണ്, എല്ലാം കുഴപ്പമാണെങ്കിൽ
മനുഷ്യർ നോക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മളിൽ കാണുവാനായിട്ട് കഴിയുമോ? ഇല്ല. അങ്ങനെ ഒരു വിശ്വാസം ചത്ത വിശ്വാസമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസവും നാം ഇതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. കർത്താവ് യാതൊരു പ്രവൃത്തികളുടെയും അടിസ്ഥാനത്തിലല്ല നമ്മെ രക്ഷിച്ചത് എന്നുള്ളത് നാം എല്ലാവരും ഒറ്റ സ്വരത്തെ ഏറ്റുപറയും. എന്നാൽ നമ്മെ രക്ഷിച്ചിരിക്കുന്നത് ഒരു വലിയ പ്രവർത്തന, നമുക്ക് വേണ്ടി ഒരു ഒരുക്കപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. മുന്നൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അന്വേഷിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ ചെയ്തു പോരേണ്ടതിന് ദൈവം എനിക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്നതായ ആ സൽപ്രവൃത്തികൾ എന്താണ്? അല്ലേ? നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് നാം ചെയ്തു പോരേണ്ടതിന് കുറേ സൽപ്രവൃത്തികൾക്കായിട്ടാണ് എങ്കിൽ നമ്മുടെ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ എപ്പോഴുമുള്ള അവരുടെ ഹൃദയത്തിലെ ആഗ്രഹവും അവരുടെ ചിന്തയും എന്തായിരിക്കണം? എനിക്ക് വേണ്ടി കർത്താവ് നിത്യതയിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ, അല്ലെ, നമ്മളെ തിരഞ്ഞെടുത്തത് എപ്പോഴാ? ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. കർത്താവ് ക്രൂശിക്കപ്പെട്ടത് എപ്പോഴാണ്? ലോകസ്ഥാപനത്തിന് മുമ്പ് ഇറക്കപ്പെട്ട കുഞ്ഞാടാണ്. അപ്പോൾ നമ്മെ സംബന്ധിക്കുന്ന എല്ലാ ദൈവിക പരിപാടിയും ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ കർത്താവ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായ, എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ സൽപ്രവൃത്തികൾ എന്താണ് എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അന്വേഷണം എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ നമ്മളിൽ ഉണ്ടോ? എല്ലാവരുടെയും കണ്ണ് പതുക്കെ താഴാൻ തുടങ്ങി. നേരെ നോക്കാനൊരു ഭയം, അല്ലേ? നമുക്ക് വേണ്ടി നാം ചെയ്തു പോരേണ്ടത് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾ എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി, അതാണല്ലോ നമ്മെ സംബന്ധിക്കുന്ന ദൈവേഷം. അത് ചെയ്യുവാനായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊരു തീരുമാനം നമ്മളുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ വിശ്വാസത്തെക്കുറിച്ച് എന്ത് പറയണം? വെറും വിശ്വാസം, അല്ലേ? അല്ലെങ്കിൽ നിർജീവമായിട്ടുള്ള വിശ്വാസം. പലപ്പോഴും രക്ഷിക്കപ്പെടുവാൻ ആവശ്യമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് വളരെ ചെറിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം ചെറുതൊന്നുമല്ല, പക്ഷേ അതൊരു ശിശുവിൻ്റെ വിശ്വാസം പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള വിശ്വാസം എന്താ? നമ്മളൊരു പാപിയാണ്, അല്ലേ? സമ്മതിക്കാൻ കുഴപ്പമുണ്ടോ? ഇല്ല. നമ്മുടെ പാപത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു. അതുവഴി എനിക്ക് അതിലുള്ള വിശ്വാസത്താൽ എനിക്ക് പാപമോചനം ലഭിക്കും. ഞാൻ ആ കർത്താവിന് എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവ് തൻ്റെ ആത്മാവിനെ എന്നിലേക്ക് നൽകി എന്നെ ഈ ലോകത്ത് വഴി നടത്തും, എന്നെ ദൈവം നിത്യതയിലേക്ക് കൊണ്ടു. ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിശ്വാസമാണ്, ചെറിയൊരു വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിച്ച ആളുകളെ എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചേ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അനുസരിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കണം, അല്ലേ? അപ്പോൾ ആ ചെറിയ ഒരു വിശ്വാസത്തിൽ തുടങ്ങുന്നതായിട്ടുള്ള ആളുകൾ അവസാനിക്കുന്നത് വരെ ആ ഒരു ചെറിയ വിശ്വാസത്തിലാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്നത്. എന്താണ്? എന്നെ രക്ഷിച്ചു, എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു. അതിനപ്പുറം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾ, നമുക്ക് വേണ്ടി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ദൈവേഷ്ടം ചെയ്ത് ജീവിക്കണമെങ്കിൽ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ചേർക്കേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. പത്രോസ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും എല്ലായിടത്തും അത് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്താണ് നമ്മുടെ വിശ്വാസത്തോട് നമ്മൾ ചേർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് 2 പത്രോസ് 1:5 മുതൽ നമ്മൾ വായിക്കുന്നത് എന്തുവാണ്? അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. അപ്പം നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞേച്ച്, ശരി, ഞാൻ രക്ഷിക്കപ്പെട്ടു,
ഇനി ഞാൻ നിത്യതയിൽ സ്വർഗത്തിലായിരിക്കും എന്ന് വിശ്വസിച്ച് ആശ്വസിച്ച് അങ്ങനെ ഒരു പ്രത്യാശയിൽ അങ്ങ് ജീവിക്കണം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, മറിച്ച് നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം. സകല ഉത്സാഹവും കഴിച്ച് എന്ത് ചെയ്യണം? നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടണം. വീര്യം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടണം. വീര്യമില്ലാത്ത വിശ്വാസം എങ്ങനെ ഇരിക്കും? ചത്തതുപോലെ ഇരിക്കും അല്ലേ? ഞാൻ പറയാറുള്ള പോലെ എന്താണ്, വെന്റിലേറ്ററിലുള്ള ഒരു മനുഷ്യന് ജീവനുണ്ട്, ആ ജീവൻ കൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞതുപോലെ വീര്യമില്ലാത്തതായിട്ടുള്ള വിശ്വാസം പേരിനൊരു വിശ്വാസം എന്നുള്ളതല്ലാതെ അതുകൊണ്ട് യാതൊരു വക പ്രയോജനവുമില്ല. പ്രയോജനമില്ലാത്ത ജീവൻ നിർജീവം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് നിർജീവത്വത്തിലേക്കുള്ള അടുത്ത കാൽവയ്പ് അല്ലേ, നിർജീവത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു പടിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തോട് നാം വീര്യം കൂട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അത് ക്ഷയിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണം. പരിജ്ഞാനം എവിടുന്ന് നമുക്ക് കിട്ടുന്നേ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ, ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നമുക്ക് പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം. അപ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മൾ വിശ്വസിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം കുറച്ചു കാലം കഴിയുമ്പം എങ്ങനെയിരിക്കും? ആ തുടങ്ങിയതുപോലെ ഇരിക്കുമോ? അതെയോ അതിനോട് ചേർന്ന് നമ്മൾ ഈ വായിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുമോ? ഇന്ദ്രിയജയം അല്ലേ, സ്ഥിരത അല്ലേ, എന്ത് വന്നാലും കുലുങ്ങുകയില്ല, ആരെന്ത് ചെയ്താലും കുലുങ്ങുകയില്ല. ഇതെഴുതിയ പത്രോസ് അപ്പോസ്തലൻ കുലുങ്ങിയോ? തന്നെ കൊല്ലാൻ വന്നപ്പോൾ താൻ എന്താ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഇപ്രകാരമാണ്: കർത്താവിനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കാനായിട്ട് എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ തലയും കുത്തി അങ്ങ് ക്രൂശിച്ചാൽ മതി. വിശ്വാസത്തോട് സ്ഥിരതയുണ്ടായിരുന്നു. എന്തും സഹിക്കുവാനായിട്ടുള്ള ഉറപ്പ് പത്രോസ് അപ്പോസ്തലന്റെ വിശ്വാസത്തിനുണ്ടായിരുന്നു. നമുക്കൊരു പനി പിടിച്ചു കഴിയുമ്പോൾ എന്താ നമ്മൾ പറയുക? അയ്യോ ദൈവം എന്തിനെന്നെ എനിക്ക് ഇത് തന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ പിന്നെ സഹോദരന്മാരും വേണ്ട, ഫോണും വേണ്ട, ആരെയും കാണുകയും വേണ്ട, സഭായോഗവും വേണ്ട. അല്ല, ഇവിടെയുള്ളവരെ കുറിച്ചല്ല, ഞാൻ പൊതുവേ ഉള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ യാതൊരു ബന്ധവുമില്ലാതെ അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പം എന്താ പറ്റിയേ? വിശ്വാസത്തോട് വീര്യവുമില്ല, പരിജ്ഞാനവുമില്ല, ഇന്ദ്രിയജയവുമില്ല, സ്ഥിരതയുമില്ല, ഭക്തിയുമില്ല, സഹോദരപ്രീതിയുമില്ല, സ്നേഹവുമില്ല. വിശ്വാസത്തോട് ഇതൊന്നും കൂട്ടിയിട്ടില്ല. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ അങ്ങനെ 1982 ഓഗസ്റ്റ് 15 വിശ്വാസം ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ചതാണ്, അതെനിക്ക് ധാരാളം മതി എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളായിട്ട് അങ്ങനെയുള്ളവർ ഇരിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിന് പ്രവൃത്തികൾ ഉണ്ടാകണമെങ്കിൽ ഈ വിശ്വാസത്തോട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടണം. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളിൽ ഉളവായതായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചതായ, അല്ലെങ്കിൽ നാം ചെയ്തതായിട്ടുള്ള, അംഗീകരിച്ചതായിട്ടുള്ള ആ ചെറിയ കാര്യം, നിസ്സാരമല്ല, ചെറുതുമല്ല എങ്കിലും അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒരു പുരോഗതി ഉണ്ടാകുകയില്ല. നമുക്കൊരിക്കലും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ ഉത്ഭവിപ്പിക്കാൻ ആ വിശ്വാസത്തിന് കഴിയുമില്ല. അത് ക്രിസ്തു നമ്മളിൽ ഉരുവാകുക, ഒരു കുഞ്ഞായിട്ട്, നാം ഒരു ശിശു ജനിക്കുന്നത് പോലെ നാം ദൈവഭവനത്തിലേക്ക് നാം ജനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭവനത്തിൽ കുഞ്ഞ് ജനിച്ച്, നമ്മളൊക്കെ കുഞ്ഞിനെ വളർത്തിയിട്ടുള്ളവരോ വളർത്തുന്ന കണ്ടിട്ടുള്ളവരോ ആയിട്ടുള്ള ആളുകളാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ, ശരി കുഞ്ഞ് ജനിച്ചു മതി, ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആ കുഞ്ഞ് എത്ര ദിവസം ജീവിക്കും? ആ കുഞ്ഞിനെ കൊണ്ട് വല്ല ഗുണവും ഉണ്ടാവുമോ? ഇനി ജീവൻ നിലനിർത്താൻ മാത്രം എന്തെങ്കിലും ഒരല്പം മാത്രം ശുശ്രൂഷ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുഞ്ഞ് പറയുകയാണ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്തായാലും ഞാൻ ജനിച്ചല്ലോ, ഞാൻ ഇതുപോലേക്കും കിടന്നോളാം എന്ന് പറഞ്ഞ് കുഞ്ഞിന് ആവശ്യത്തിനുള്ള പോഷകങ്ങളൊന്നും സ്വീകരിക്കാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഒരല്പമാണ് ആ കുഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാവുന്നുവെങ്കിൽ ആ കുഞ്ഞ് അങ്ങനെ കിടക്കും? അധികം കാലം ജീവിക്കുമോ? ഇല്ല. അങ്ങനെയാണ് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിൽ ആത്മീയ ഭവനത്തിലേക്ക് വീണ്ടും ജനിച്ച് ഒരു ശിശുവായി വരുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ജീവിക്കുന്ന ജീവിതം അങ്ങനെയാണ്. ഞാൻ ജനിച്ചല്ലോ അല്ലേ, ഞാൻ ജനിച്ചു, ഇനി ഞാൻ അങ്ങോട്ട് എത്തും, എനിക്കത് മതി, മിനിമം മതി. പക്ഷെ അങ്ങനെ പോകുന്ന പോക്ക് ഒരിക്കലും
അത് ആ വിശ്വാസം എന്ന് പറയുന്നത് നിർജീവത്വത്തിലേക്ക് പോവുകയുള്ളൂ, മരണത്തിലേക്ക് പോവുകയുള്ളൂ. അതിനൊരിക്കലും ഒരു പ്രവൃത്തികളെ ഉളവാക്കുവാനായിട്ട് കഴിയുന്ന വിശ്വാസമല്ല. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് ഇന്ദ്രിയജയവും ഭക്തിയും എല്ലാം കൂട്ടി, സഹോദരപ്രീതിയും സ്നേഹവും ഒക്കെ കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ മാത്രമേ പ്രവൃത്തികൾ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസത്താൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാനും പറ്റുള്ളൂ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമുക്ക് ഈ ലോകത്തിൽ ദൈവഭക്തിയോടെ ജീവിക്കാനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു വിശ്വാസമല്ല. അത് മാത്രമല്ല, മറിച്ച് ഇതൊക്കെയും നമ്മുടെ വിശ്വാസത്തോട് സകല ഉത്സാഹവും കഴിച്ച്, എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അത് സ്വാഭാവികമായിട്ട് ഇങ്ങ് വന്നുകൊള്ളുമെന്നാണോ? ഇല്ല, അത് സ്വാഭാവികമായിട്ട് ഒരിക്കലും വരില്ല. അത് സ്വാഭാവികമായിട്ടൊരു കുഞ്ഞ് ജനിച്ചിട്ട് നമ്മൾ വളരാൻ വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ആ കുഞ്ഞ് മരിച്ചു പോകും അല്ലേ? എന്തായാലും ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുത്തു, ഇനി അത് സ്വാഭാവികമായിട്ട് വളർന്നോട്ടെ എന്നൊരു അമ്മ വിചാരിച്ചാൽ എന്താകും കുഞ്ഞിൻ്റെ അവസ്ഥ? ആ കുഞ്ഞ് മരിച്ചു പോവുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവഭവനത്തിലേക്ക് ജനിക്കുന്നതായിട്ടുള്ള ഒരു ആത്മീയ കുഞ്ഞിന് അതിന് വളർന്ന് അത് ആ കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ലോകത്തിനുണ്ടാകണമെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും, ആവശ്യമായിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും കൊടുത്ത് വളർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവരെ ദൈവം കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു എന്ന് പറയുന്നത്. സഭയാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീക ശിശുവിനെ വളർത്തി വലുതാക്കി ദൈവത്തിന് പ്രയോജനമുള്ള ആളുകളാക്കി, കുടുംബത്തിന് പ്രയോജനവും സമൂഹത്തിന് പ്രയോജനമുള്ള ആളുകളാക്കി തീർക്കേണ്ടത്. ദൈവം ഒരിക്കലും ഒരു ശിശു ജനിച്ചാൽ അത് തന്നെ വളർന്നോട്ടെ എന്ന് വിചാരിച്ച് ദൈവം ഒരിടത്തും വിടുന്നില്ല. ഒരു ആത്മീക ഭവനത്തിലേക്കാണ് ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ ആത്മീയ ഭവനങ്ങളൊന്നും ഒരു കുഞ്ഞിനെ വളർത്തുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഭവനങ്ങളല്ല എന്നുള്ളതും ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് വലിയ ഒരു സകല ഉത്സാഹവും കഴിച്ചാൽ മാത്രമേ ഈ വിശ്വാസത്തോട് കൂട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് സ്വാഭാവികമായിട്ട് വരികയില്ല. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഉത്സാഹമുണ്ടോ? ഉത്സാഹമുണ്ടോ? ഇല്ല. ആരാ പറഞ്ഞില്ല അത്? സകല ഉത്സാഹവും കഴിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ പ്രകാശം പരത്തുന്നവരായി പ്രവൃത്തികളുള്ളതായ ഒരു വിശ്വാസത്തിന് ഉടമകളായിട്ട് നമുക്ക് തീരുവാൻ കഴിയുകയുള്ളൂ. മനസ്സിലായോ? ശരി, നമ്മൾ വിശ്വാസം പ്രവൃത്തികളെ ഉളവാക്കണം എന്ന് പറഞ്ഞു. 22-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, അവിടെ മറ്റൊരു വശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്ന് നീ കാണുന്നുവല്ലോ. ഇപ്പൊ ഇവിടെ വേറെ ഒരു വിഷയമാണ് പറയുന്നത്. എന്താണ്? ഇത്രയും നേരവും വിശ്വാസം പ്രവൃത്തികളെ ഉളവാക്കുന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇന്ന് ഇവിടെ പറയുന്നത് എന്താണ്? പ്രവൃത്തികളോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു, അല്ലേ? അങ്ങനെയല്ലേ അവിടെ എഴുതിയേക്കുന്നത്? അതെ, പ്രവൃത്തികളോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാകാം. എന്താണ്? എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രവർത്തിക്കണം, അല്ലേ? ഇങ്ങനെയൊന്നും പോയാൽ പോരാ. ഇല്ലേ? അങ്ങനെയൊക്കെ ഒരു ചിന്ത നമ്മൾ വരുന്നില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വിശ്വാസത്തിന് പ്രവൃത്തി വേണം, അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യണം എന്നൊരാഗ്രഹമൊക്കെ എല്ലാവരിലും ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? ആ പ്രവൃത്തികളോട് കൂടെ എന്തുണ്ടായിരിക്കണം? വിശ്വാസം വ്യാപരിക്കണം. ഇന്ന് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ലോകത്ത് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ അപജയം എന്ന് പറയുന്നത്, പ്രവർത്തിക്കാൻ ആരോഗ്യവും സമ്പത്തും അല്ല അതുപോലെയുള്ള സാധ്യതകളുള്ളതായിട്ടുള്ള ആളുകൾ അവർ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനോടുകൂടി വിശ്വാസം വ്യാപരിക്കുന്നില്ല. ഇന്ന് വിശ്വാസികളെക്കാൾ ഏറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ലോകത്തില്ലേ? ഇല്ലേ? സന്നദ്ധ സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. പലപ്പോഴും പ്രവർത്തിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. പക്ഷേ അതിനോട് വിശ്വാസം വ്യാപരിക്കുന്നില്ല എങ്കിൽ ആ പ്രവൃത്തികൾ കൊണ്ട്
ഒരു ഫലവും യഥാർത്ഥത്തിലില്ല എന്നുള്ളതാണ്. ഈ വിശ്വാസം വ്യാപരിക്കാത്ത പ്രവൃത്തി എന്തുവാ? അങ്ങനെയുണ്ടോ പ്രവൃത്തികൾ? അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? എങ്ങനെ തിരിച്ചറിയാം? ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവുണ്ടോ? പ്രവൃത്തികളുണ്ട്, പക്ഷെ അതിനോടുകൂടി വിശ്വാസം വ്യാപരിക്കുന്നില്ല. നമ്മളിപ്പം സംസാരിച്ച, നിങ്ങളിപ്പോൾ കേട്ട കാര്യങ്ങളെ ബന്ധപ്പെടുത്തി എന്തെങ്കിലും പറയാനായിട്ട് കഴിയുമോ? നമ്മൾ വിശ്വാസത്തോട് കൂട്ടേണ്ട കാര്യങ്ങളിൽ അവസാനത്തെ കാര്യം എന്താ നമ്മൾ കണ്ടേ? സ്നേഹമാണ്, അല്ലേ? പ്രവൃത്തികളോടുകൂടി വിശ്വാസം വ്യാപരിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്രവൃത്തികളോടുകൂടി സ്നേഹം വ്യാപരിക്കണം. കാരണം സ്നേഹം എവിടെയുണ്ട്? അത് വിശ്വാസത്തിലുണ്ട്. നമ്മളങ്ങനെ കൂട്ടിയിട്ടില്ലേ, അല്ലേ? സകല ഉത്സാഹവും കഴിച്ച് നമ്മൾ വിശ്വാസത്തോട് എന്തെല്ലാം കൂട്ടിയിട്ടുണ്ട്? സ്നേഹം കൂട്ടിയിട്ടുണ്ട്, സഹോദരപ്രീതി കൂട്ടിയിട്ടുണ്ട്, അതെല്ലാം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളോടുകൂടി വിശ്വാസം വ്യാപരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികളോടുകൂടി ദൈവമക്കളോടുള്ള മാത്രമല്ല പുറമേ ഉള്ളവരോടും ഉള്ള നമ്മുടെ പ്രവൃത്തികൾ ദൈവസ്നേഹത്തിൽ നിന്നും സഹോദര സ്നേഹത്തിൽ നിന്നും ഉളവാകുന്നതല്ല എങ്കിൽ വിശ്വാസം വ്യാപരിക്കാത്ത പ്രവൃത്തിയാണ്, അല്ലേ? അതൊരു ഉദാഹരണമാണ്. പിന്നെയും ഉണ്ട് ഉദാഹരണം. എന്താണ്? കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുത്, അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയാതിരിക്കുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമാണോ? ആണോ? നമ്മൾ വലത്തെ കൈ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് ഇടത്തെ കൈ അറിയാതിരിക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ? അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നാം എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ സ്വന്തം എന്തിനാ അറിയിക്കുന്നേ? അതിൻ്റെ മഹത്വം നമ്മൾ എടുക്കാൻ വേണ്ടിയാണ്, അല്ലേ? നമ്മൾ വലിയവരാണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഒത്തിരി പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളാണെന്ന് കാണിക്കാനോ ഒക്കെ ആയിരിക്കും സാധാരണഗതിയിൽ അങ്ങനെ അത് പബ്ലിഷ് ചെയ്യുന്നത്, അല്ലേ? എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെ അങ്ങനെയുള്ള അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. കർത്താവ് പറഞ്ഞ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അവർക്ക് എന്തോ പ്രതിഫലമായിട്ട് അവർ ആഗ്രഹിച്ചത് ഈ ലോകത്തിൽ സ്നേഹവും ബഹുമാനവും അംഗീകാരവും പേരും പ്രശസ്തിയുമാണ്. അതവർക്ക് കിട്ടിപ്പോയി. ഇനി നിത്യതയിലേക്ക് പ്രത്യേകിച്ചൊന്നും അതിന് പ്രതിഫലം കിട്ടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം അവർ പബ്ലിഷ് ചെയ്തപ്പം അവരെന്താ അതിന് ആഗ്രഹിച്ചത് അതവർക്ക് കിട്ടി. അതുകൊണ്ട് ഇനി അവരാഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് അവർക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ വിവിധ സാധനങ്ങൾ കൊണ്ടുള്ള പണിയല്ലേ, കല്ല് അല്ല മരം, പുല്ല്, വൈക്കോൽ, അതുകൊണ്ടുള്ള പണിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെല്ലാം തീയിൽ കൂടെ കടത്തിവിടും. തീയിൽ കൂടെ കടത്തിവിടുമ്പോൾ ചാരമായി പോകുന്ന ഒരു പണിക്കും ഒരു പ്രതിഫലവുമില്ല. അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തികളോടുകൂടെ വിശ്വാസം വ്യാപരിക്കാതെ ഉണ്ടായ പ്രവൃത്തികൾക്ക് യാതൊരു വക പ്രതിഫലവും ദൈവസന്നിധിയിൽ ഇല്ല എന്നുള്ളത് തന്നെ. അപ്പോൾ പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കെണിയാ, അല്ലേ? എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതും പ്രശ്നമാണ്, ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും പ്രശ്നം. അപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചാലും ചെയ്യണ്ടെന്ന് തീരുമാനിച്ചാലും പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം എന്നറിയാമോ? സകല ഉത്സാഹവും കഴിച്ച് നമ്മുടെ വിശ്വാസത്തോട് കൂട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നാം കൂട്ടാതെ നമ്മൾ കേവലം ഒരു നാമമാത്രമായ ഒരു ജീവനുമായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് ദൈവം എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് നൽകിയിരിക്കുന്നത്? അന്യഭാഷ പറയാനാണോ? ഇന്ന് മിക്കവാറും അങ്ങനെയൊക്കെ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് അന്യഭാഷ പറയാനാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. അതും അങ്ങനെ കൃപാവരം ലഭിച്ചതായിട്ടുള്ള ആളുകൾക്ക് അത് പറയാവുന്നതാണ്, അതിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ട്. എന്നാൽ അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു അന്യഭാഷയാണെങ്കിൽ. എന്നാൽ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ക്രിസ്തു എന്ന തലയോളം നമ്മളെ വളർത്തുന്നതിന് വേണ്ടിയാണ്. അതായത് നമ്മളുടെ സ്വഭാവം തന്നെ മാറ്റിയെടുക്കണം.
ആദാമിൽ നിന്നും നമുക്ക് പകർന്നു കിട്ടിയതായിട്ടുള്ള ഒത്തിരി സ്വഭാവ ദോഷങ്ങളുണ്ട് അല്ലേ? നമ്മളതിനെക്കുറിച്ച് പറയും, എന്താണ് പറയുക, വളർത്തു ദോഷം എന്ന് പറയും. അവിടെ ഉത്തരവാദിത്വം ആർക്കാ? പ്രശ്നം ആർക്കാ? വളർത്തിയ കാരണവന്മാർക്കാ. പക്ഷേ നമ്മൾ അവിടെയും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണില്ല. നമ്മളിൽ പാപം വസിക്കുന്നു, നമ്മളിൽ പാപം വാഴുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച് കഴിയുന്നത് വരെയുള്ള ജീവിതത്തിൽ നമ്മളിൽ വാഴുന്നത് പാപമാണ്. നമ്മളിൽ വാഴുന്നത് യഥാർത്ഥത്തിൽ പിശാചാണ്, അല്ലെങ്കിൽ മരണമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും അതിന് നിന്ന് കൊടുക്കാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. ബൈബിൾ വായിക്കാൻ നമ്മൾ റെഡിയാണ്, പ്രാർത്ഥിക്കാൻ റെഡിയാണ്, സഭായോഗത്തിന് പോകാൻ റെഡിയാണ്, വല്ല കൺവെൻഷൻ ഉണ്ടെങ്കിൽ അതിന് പോകാൻ റെഡിയാണ്. ഇനി എന്തെങ്കിലും ചില്ലറ സൽപ്രവൃത്തികൾ വല്ലതും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഇറങ്ങിക്കൊണ്ടാണെങ്കിലും അതൊക്കെ ചെയ്യാൻ റെഡിയാണ്. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു വൈകാരികമായിട്ടുള്ള ആരോടെങ്കിലും ഒരു കരുണ തോന്നിയാൽ എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ദുഃഖിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് ചില പ്രവൃത്തികൾ ചെയ്യാനായിട്ട്, മറ്റുള്ളവരുടെ മുമ്പാകെ സ്വീകാര്യനായി ജീവിക്കാൻ അങ്ങനെ ചില പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നതായിട്ടൊരു കാര്യം. നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെട്ട് വരുമ്പോൾ നമ്മളിൽ കരുണ നമ്മളൊരു കരുണയുള്ള ഒരാളായിട്ട് തീരുമ്പോൾ, നാം ദയയുള്ള ഒരാളായിട്ട് തീരുമ്പോൾ, നാം സമാധാനമുള്ള, സന്തോഷമുള്ള, സ്നേഹിക്കുന്ന ആളുകളായി നാം തീരുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉളവാകേണ്ടതായിട്ടുള്ള കാര്യമാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. കാരണം വിശ്വാസം ആ പ്രവൃത്തികളോടുകൂടി മാത്രമേ വ്യാപരിക്കുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ മനസ്സോടെയോ മനസ്സില്ലാ മനസ്സോടെയോ എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള ഒരു കാര്യത്തോടു കൂടിയോ നമുക്ക് ഉണ്ടായി എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കുന്നതിന് അതൊക്കെ ഈ പുല്ലും വൈക്കോലും മരവുമൊക്കെയാണ്. അത് കർത്താവ് പരിശോധിച്ച് കഴിയുമ്പം അത് വെറും ചാരം മാത്രം. പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ രൂപപ്പെടണമെങ്കിൽ, വിശ്വാസം വ്യാപരിക്കുന്നതായിട്ടുള്ള പ്രവൃത്തികൾ രൂപപ്പെടണമെങ്കിൽ നമ്മുടെ സ്വഭാവം ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെടുമ്പോൾ, സ്വഭാവം മാറുമ്പോൾ, അത് നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ സഭാ ജീവിതത്തെ, നമ്മുടെ സാമൂഹിക ജീവിതത്തെ, ജോലി സ്ഥലത്തുള്ള നമ്മുടെ ജീവിതത്തെ എല്ലാം അത് വളരെയേറെ മാറ്റും. നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെടാതെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുന്നത് അത് ശരിക്കും ഹിപ്പോക്രസിയാണ്, കപടമാണ്, അല്ലേ? നമ്മുടെ സ്വഭാവം അതല്ല, മറിച്ച് ആ സ്വഭാവത്തിന് വിരോധമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ പുറമേ ചെയ്യുന്നതൊന്ന്, ഉള്ളിൽ നടക്കുന്നത് മറ്റൊന്ന്. അതിനെയാണ് കപടത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസികളാണോ? ആർക്കും ഒന്നും പറയാനില്ല. നമ്മുടെ വിശ്വാസത്തെ നാം പരിശോധിക്കണം. നമ്മളെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തതായ, അതിന് കഴിഞ്ഞിട്ടില്ലാത്തതായിട്ടുള്ള വിശ്വാസം അതിപ്പോഴും ഒരു ശൈശവ നിലയിലുള്ള ഒരു വിശ്വാസം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. വെറും വിശ്വാസത്താൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ല എന്നാണ് നമ്മൾ വായിച്ചത്. ഒരു വെറും വിശ്വാസമായിരിക്കരുത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരു മിനിറ്റ് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം.